വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോഹിത് ജോണൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, നമ്മുടെ ബാക്കിൽ കിടന്നൊരു സ്വിഫ്റ്റ് ടൈപ്പ് 3 ആണ്. ഈ ടൈപ്പ് 3 റീസെൻ്റ് ആയിട്ട് നമ്മൾ അത്യാവശ്യം കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. ഏറ്റവും ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് ലാംപ്സ് ഉണ്ട്. ഈ ഹെഡ് ലാംപ്സ് ആക്ച്വലി കസ്റ്റമാണ്. അതായത് നമ്മളിതിനകത്ത് RGB കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ കൺട്രോൾഡ് RGB ആണ്. ബട്ട് അതിനുമുമ്പ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഈ ഒരു വണ്ടിക്ക് തന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഇമ്പാക്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പാക്റ്റ് സംഭവിക്കുകയും ഈ ഒരു ഫെൻഡർ അത്യാവശ്യം അകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് മാക്സിമം പുട്ടി വർക്ക് കയറാതെ, അതായത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ അതായത് വണ്ടിയുടെ ഓണർ പുള്ളിക്ക് മെയിൻ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെൻഡർ ഫുള്ള് റീപ്ലേസ് ചെയ്യാൻ തന്നെയായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. കാര്യം ഈ ഒരു വണ്ടി പുള്ളി അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വേറെ എങ്ങും തട്ടലോ മുട്ടലോ സ്ക്രാച്ചസോ കാര്യങ്ങളോ പോലും ഇല്ലാത്തൊരു വണ്ടിയാണ്. അപ്പം അത്രയും പുട്ടി വർക്ക് കയറുന്നതിലേക്ക് പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡെൻ പുള്ളിങ് മെഷീൻ വെച്ചിട്ട് മാക്സിമം അല്ലാതെ വലിച്ചെടുത്തതിൻ്റെ പേരിൽ തന്നെ പുട്ടി വർക്ക് ഇതിനകത്ത് ഭയങ്കര കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ അടിച്ച് നൂത്തെടുക്കുന്ന അതും ആ ഒരു മെഷീൻ വെച്ച് പുള്ളി എടുക്കുമ്പോഴത്തേക്കും പുട്ടി വർക്ക് ഭയങ്കര രീതിയിൽ കുറവായിരിക്കും. ഈ ഒരു ഫെൻഡർ, ഈ ബമ്പറിൻ്റെ ഈ പോർഷൻ, ഈ ഡോറുമായിരുന്നു നമ്മുടെ മെയിൻ ഡാമേജ്. പിന്നെ വണ്ടി ഫുള്ള് ചെയ്തിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർഗ്ലോ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടർഗ്ലോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അണ്ടർഗ്ലോയും ആക്ച്വലി RGB തന്നെയാണ് ചെയ്തേക്കുന്നത്. RGB ആണ്, സ്മാർട്ട് ഫോൺ കൺട്രോൾഡും ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് ആക്ച്വലി ഇത് നമ്മുടെ ടോപ്പിന്, അതായത് ZXA+ ഹെഡ് ലാമ്പ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബേസ് വേരിയൻ്റ് ഹെഡ് ലാമ്പ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നേ പോലും അത് ഫുള്ളായിട്ട് കസ്റ്റം ചെയ്ത് എടുക്കാം. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ ഒരു ചെയ്തേക്കുന്ന കിറ്റ്, അതായത് വണ്ടിയിൽ ഫുള്ള് ചെയ്തേക്കുന്ന കിറ്റ് ABSൻ്റെ കിറ്റ് തന്നെയാണ്. ഈ ABSൻ്റെ കിറ്റിന് കൂടെ നമ്മൾ താഴെ ട്രൈ കളറിൻ്റെ ഫോഗ് ലാമ്പ് ചെയ്തു. ഓൾറെഡി ഇതിനകത്തൊരു ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ട്രൈ കളർ ചെയ്യാൻ കാര്യം, ഒന്നാമത്തെ കാര്യം ചെയ്യുന്നതിൻ്റെ പർപ്പസ് തന്നെയാണ്. അതായത് നിങ്ങൾ അതിൻ്റെ ഒരു വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ നമുക്ക് നൈറ്റ് ടൈമിൽ നമുക്ക് ഈ ഡ്രൈവിംഗ് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അതായത് പോകുമ്പോഴത്തേക്ക് ഹെഡ് ലാമ്പ്സ് ഇല്ലേ പോലും നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പ് യൂസ് ചെയ്ത് മാത്രം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ താഴേക്ക് ഒരു സ്പ്ലിറ്റർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സ്പ്ലിറ്ററും ഈ കിറ്റൊക്കെ ഓൾറെഡി നമുക്ക് വണ്ടി വർക്കിന് വന്നപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മളെ വർക്ക് മെയിൻലി ഫോഗ് ലാമ്പും ഹെഡ് ലാമ്പ് കസ്റ്റമും അതുപോലെ തന്നെ ഈ ഒരു ഡെൻറ്റിങ് വർക്കും ആയിരുന്നു മെയിനായിട്ട് നമുക്ക് വന്നത്. പിന്നെ വണ്ടി ഫുള്ളായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നേ ഉള്ളൂ. ഈ ഒരു എക്സ്റ്റീരിയറിനും പുറമേ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ അകത്ത് സബ് വൂഫർ വരെയും ചെയ്തിട്ടുണ്ട്. അത് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വേണ്ട കിഡിൽ ഒരു അലോയ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊന്ന് വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് കഴിവിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്നത്. നമുക്കിതിനകത്ത് വന്ന് 17 ഇഞ്ചിൻ്റെ ഒരു അലോയ്സാണ്, G-Maxൻ്റെ അലോയ്സാണ് വന്നേക്കുന്നത്. ലോ പ്രൊഫൈൽ ടയർസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കൂടെ വരുന്നൊരു സൈഡ് കിറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ കിറ്റിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ എഴുതാണ്ട് ഇവിടെ സൈഡിൽ ചെറിയൊരു സ്പ്ലിറ്റർ, അതായത് നമ്മുടെ സൈഡ് സ്പ്ലിറ്റർ വെച്ചിട്ടുണ്ട്. കണ്ട അലോയുടെ കറക്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബാക്ക് അലോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കണ്ട ഒരു എന്താ പറയുക, ഒരു ഗൺ മെറ്റൽ ഗ്രേ ഓൾമോസ്റ്റ് ഷെയ്ഡ് വരുന്നൊരു അലോയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അകത്ത് നമുക്ക് പിസ്ത ഗ്രീനില്ല ഫ്ലോറോ ഗ്രീനിൽ ലൈക്ക് നമ്മുടെ ഹബ്ബ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുള്ള് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻറ്റി ക്ലിയർ ഉൾപ്പെടെ എല്ലാം വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കാണ് അത്യാവശ്യം ഈ വണ്ടിയുടെ നൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വിഫ്റ്റിനകത്ത് വരുന്ന ആ ഒരു കിറ്റ് തന്നെ ബാക്കിൽ വരുന്നുണ്ട്. ഈ ഒരു ലോഗോ ആക്ച്വലി ഇതാണ്ട നമ്മുടെ ആ ഒരു ഫ്ലൂറോ ഗ്രീൻ പോലെ തന്നെ പകുതി ഇതിനകത്ത് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സബ് വൂഫറും വന്നിട്ടുണ്ട്. അതായത് ഈ സബ് വൂഫറെല്ലാം വരാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ഔട്ടാണ്. അതായത് നല്ല ബാസും എങ്കി ക്ലിയർ വോക്കൽസുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പൈനീറിൻ്റെ ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലുക്കില്ല. അതായത് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നത് നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് രീതിയിൽ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിക്ക് ഒരു ഡിസൈനിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതാണ്ട ഈ ഒരു പ്രൊഫൈലിൽ നിന്നൊക്കെ നമ്മുടെ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ അട്രാക്റ്റീവാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന കണക്കുമല്ല, ശരിക്കും പറഞ്ഞാൽ നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയിൽ കിടക്കുന്നൊരു വണ്ടിയാണിത്. നമുക്ക് ഇതാണ്ട ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ്ട ബാറ്റ്മാൻ്റെ മിറർ കപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മേളിൽ ഷാർക്ക് ഫിൻ ആൻറ്റീന വന്നിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ കിടിലുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വർക്കോ കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഒന്ന് ആഡിഗേഴ്സാണ്. ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. സോ ഈ ഒരു വണ്ടിയുടെ RGB ഹെഡ്ലൈറ്റ് ഉണ്ട്. ഈ ഹെഡ്ലൈറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലിട്ടേക്ക്. ഈ ഒരു ഫോഗ് ലാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കണ്ട ഈ ഒരു സന്ധ്യ സമയത്ത് തന്നെ ഇതിപ്പം നമ്മൾ ബ്രൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു വിസിബിലിറ്റി നിങ്ങൾ കണ്ട അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. അപ്പം
നിങ്ങൾക്ക് ഇതുപോലെ വർക്കോ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണും. ജസ്റ്റ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓണറിനെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയും കോൺടാക്ട് ചെയ്യാം. വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളെയും കോൺടാക്ട് ചെയ്യാം. അപ്പം ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഡെഫിനറ്റ്ലി നമ്മൾ ഒരുപാട് വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൊരു വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.